കാസർഗോഡ് ജില്ലയിൽ രൂക്ഷമായ കടലാക്രമണം നേരിടുന്ന പ്രദേശമാണ് ഉപ്പള മുസോടി. ഇതിനോടകം തന്നെ 20ഓളം വീടുകളാണ് ഇവിടെ കടലെടുത്തൊരു സാഹചര്യമുള്ളത്. നിരവധി വീടുകൾ ഇപ്പോഴും കടലാക്രമണ ഭീഷണിയിൽ തുടരുകയാണ്. കടലെടുത്ത വീടുകളുടെയും കിണറുകളുടെയും ഉൾപ്പെടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് വിശദാംശങ്ങൾ കണ്ടിട്ട് വരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് മുസോടി കടപ്പുറത്താണ്. ഇവിടെ ഈ കടലാക്രമണത്തിൽ 20ലധികം വീടുകളാണ് ഇതിനോടകം നഷ്ടപ്പെട്ടത്. നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇത് പണ്ട് ഇവർ ഉപയോഗിച്ച കിണറുകളാണ് ഈ കാണുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന കിണറുകൾ, ഇവിടെയൊക്കെ വീടുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഇതെല്ലാം ഇപ്പോൾ കടൽ കയറിയിരിക്കുന്നു. കടൽ ഭിത്തി പോലും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് കിണർ കാണാം, വീടുകളുടെ അവശിഷ്ടങ്ങൾ കാണാം. നിരവധി വീടുകൾ കടലാക്രമണ ഭീഷണി നേരിടുന്നത് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. വലിയ തോതിലുള്ള കടലാക്രമണം നേരിടുന്ന കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ കടലാക്രമണ ഭീഷണിയുള്ള പ്രദേശമാണിതെന്ന് പറയാം. എന്തായാലും നമ്മോടൊപ്പം ഈ പ്രദേശവാസി തന്നെ ചേരുന്നുണ്ട്. നിലവിൽ എന്താണ്, എത്ര വീടുകൾ ഇതിനോടകം ഇവിടെ നിന്ന് കടലെടുത്തു, എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം? 2018, 2019 ഏറ്റവും കൂടുതൽ കടൽ ഭീഷണി ഇവിടെ വരുന്നതുള്ളത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഒരു 10-15ഓളം വീടുണ്ടായിരുന്നു. അതെല്ലാം കടൽ എടുത്തു കൊണ്ടുപോയി. പള്ളി ഉണ്ടായിരുന്നു, 10-60 മീറ്റർ അപ്പാണ് പള്ളി ഉണ്ടായിരുന്നു. രണ്ടാമത് പള്ളി ഇങ്ങോട്ട് പുതുക്കി പണി ചെയ്തത്. പള്ളി ഒന്ന് വേണമല്ലോ എന്നൽച്ച്. അപ്പോൾ ആദ്യം ഇപ്പോൾ ഒരു ഭീഷണിയിലാണ് ഉള്ളത്, അത്രയും ബുദ്ധിമുട്ടിലാണ് ഉള്ളത്. ഇപ്പോൾ എല്ലാം കാണുന്നില്ല, ഒരുപാട് വീടുകൾ കേട് പറ്റിയിട്ടുണ്ട്, കുറേ വീഴാനായിട്ടുണ്ട്, കുറേ വീടിൻ്റെ അവസ്ഥയെ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് കിണർ അപ്പുറം ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. ഈ കാണുന്ന കിണറിൻ്റെ അങ്ങോട്ട് പിന്നെയും കിണറുണ്ടായിരുന്നു, 2 വീടുണ്ടായിരുന്നു, എല്ലാം പോയി. പിന്നെ രണ്ടാമതാണ് ഇപ്പോൾ കുറേ നാശനഷ്ടമില്ലെങ്കിൽ ഒരുപാട് തെങ്ങ് കൃഷികളും കാറ്റാടി മരങ്ങളെല്ലാം ഒരുപാടുണ്ടായിരുന്നു, അതെല്ലാം പോയി. ഈ കാറ്റാടി മരം ഉള്ളത് കൊണ്ട് കുറച്ച് ആദ്യമെല്ലാം രക്ഷപ്പെടാം. ഇപ്പൊ കാറ്റാടി മരം വെക്കാനുള്ള സ്ഥലമില്ല, എല്ലാം കടലെടുത്ത് കൊണ്ടുപോയി. ആളുകളെല്ലാം ഇപ്പോൾ എങ്ങോട്ടാണ് പോയത്? ഇവിടെ തന്നെ ഉണ്ടോ? അവരുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ? ഇവിടെയുള്ള ആൾക്കാരെല്ലാം കുറേ ഓരോരുത്തന്മാർ ഓരോരോ വാടക വീട്ടിലും ഓരോരോ ഗവൺമെന്റിൽ നിന്ന് പൈസ കിട്ടിയെന്ന് അവർ പറയുന്നത്. ഞങ്ങൾക്ക് ഫുള്ളായിട്ടൊന്നും കിട്ടിയിട്ടില്ല. 10,000 രൂപ എന്തോ കിട്ടുന്നുണ്ട്, 10 ലക്ഷം. അത് ഞങ്ങൾക്ക് ഫുള്ളായിട്ടൊന്നും കിട്ടിയിട്ടില്ല, അല്ല കുറേശ്ശെ കൂടി കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് കിട്ടാതെ ഞങ്ങൾക്ക് അവിടെ കുറേ ആളും എല്ലാം റൂമിലുള്ളത്, കുറേ മത്സ്യത്തൊഴിലാളികളെല്ലാം ഉണ്ടായിരുന്നത് ഇവിടെ. കാസർഗോഡ് നിന്നുമുള്ള വാർത്തകളാണ് നമ്മൾ കണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.